ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിന്റെ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒലി ബോർഡിന്റെ ലൈവ് മോക്കിന്റെ മെയ് 11 നടന്ന ലൈവ് മോക്കിന്റെ സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാത്സിന്റെ ഇത് CGL, CHS, റെയിൽവേ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. നിങ്ങൾ റിയൽ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് ആണ് ഞാൻ ഈ ഒരു മോക്ക് സൊല്യൂഷനിലൂടെ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് നിങ്ങൾ മാത്സിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ 11-12 ക്ലാസ് ആണ്. ഇതിനകം 300ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ അത് കാണുക. നിങ്ങൾ എവിടെയും കാണാത്ത ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ചിന്തിച്ചു പോലും നോക്കാത്തുള്ള മെത്തേഡ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ മാഗ്നമിന്റെ മലയാളം എല്ലാവർക്കുമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കുമായിട്ട് SSC, RRB, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് പഠിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഇതിലെ കണ്ടന്റ് എല്ലാം എത്ര ക്വാളിറ്റി ഉള്ളതാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ റിസൾട്ട് അറിയുമ്പോൾ മാത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൃത്തിയായിട്ട് ക്ലാസ്സുകളെല്ലാം കണ്ട് നന്നായിട്ട് നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ ബോട്ടിന് M+3 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിന് 6 മണിക്കൂർ എടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാമിന് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കത്തില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സമയം കുറച്ച് എങ്ങനെയാണ് ആൾക്കാർ ഏറ്റവും പെട്ടെന്ന് 25 ക്വസ്റ്റിനൊക്കെ 10 മിനിറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പൊ അതൊന്നും ഒരു നടക്കാത്ത കാര്യമല്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, M+3 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 6 hours ആൻഡ് ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ അപ് സ്ട്രീം ഇൻ 9 hours വിത്ത് ദ സ്പീഡ് ഓഫ് ദ മോട്ടോർ ബോട്ട് ഇത്രയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എം? എമ്മിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എം എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അത് 6 കൊണ്ടും ഒരു മിനിറ്റ്, അത് 6 കൊണ്ടും 9 കൊണ്ടും എന്തായിരിക്കണം ഡിവൈഡ് ചെയ്യുന്ന. അത് ഡൗൺ സ്ട്രീമിൽ ടൈം ആണ്, അപ് സ്ട്രീമിൽ ടൈം ആണ്. അപ്പൊ ഞാൻ 6 കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എമ്മിന് 81 കൊടുത്താൽ 81 3 84 ആണ്. അത് 9 കൊണ്ട് മൾട്ടിപ്ലൈ അല്ല. 87 കൊടുത്തു നോക്കാം. 87 ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യണം. 87 കൊടുക്കുമ്പോൾ എന്താവും? 87 കൊടുക്കുമ്പോൾ 87 3 90 ആവും. 9 മൾട്ടിപ്ലൈ ആവും. അപ്പൊ അങ്ങനെ എമ്മിന് 87 ആണെന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യുക. ഇതൊക്കെയാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മെത്തേഡ്സ് ആയിരിക്കും. നിങ്ങൾ അത് എഴുതി തുടങ്ങി എമ്മും ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്ഷൻ വഴി ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഡീറ്റെയിൽ വഴിയുണ്ട്, എഴുതി നോക്കി കണ്ടുപിടിക്കുന്നത്. എമ്മൊക്കെ എഴുതി അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് എടുത്തു, 87 എമ്മിന് കൊടുത്തു. അപ്പോൾ 90 നീട്ടി. 90 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, അത് 6 മണിക്കൂറിലാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് 15 നീട്ടി. അപ് സ്ട്രീം സ്പീഡ് എന്ത് നീട്ടി? 90/9 10 നീട്ടി. വാട്ടർ ബോട്ടിന്റെ സ്പീഡ് 12 ആണ്. അപ്പൊ 12ഉം 10ഉം ആണെങ്കിൽ രണ്ടുപേരും കൂട്ടിയിട്ട് പകുതി എടുത്താൽ 12ഉം എത്രയാണ്? ഇത് 15. 15 കിട്ടി, ഇത് 10ഉം കിട്ടി. രണ്ടുപേരും കൂട്ടിയിട്ട് പകുതി എടുത്താൽ എന്ത് കിട്ടും? ബോട്ടിന്റെ സ്പീഡ് കിട്ടും. 12ഉം 10ഉം 15 10 25ന്റെ പകുതി 12 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഓപ്ഷൻ ബി എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അപ്പൊ ഇതെന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. ആർക്ക്? ഇത് അറിയാവുന്നവർക്ക് പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് പെൻ ഫ്രീ ആയിട്ട് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഓപ്ഷൻ വഴി എടുത്തു. ഓപ്ഷൻ വഴി എടുത്ത സമയത്ത് ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് എന്ത് കിട്ടി? 90 കിലോമീറ്റർ കിട്ടി. 90 കിലോമീറ്റർ 6 മണിക്കൂറിൽ പോയാൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 90/6 15 km/h. അപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു ബോട്ട് സ്ട്രീമിന്റെ ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, ട്രാവൽഡ് സെയിം ഡിസ്റ്റൻസ് ഇൻ അപ് സ്ട്രീം ഇൻ 9 hours. ഓക്കെ, ഇപ്പൊ 9 hours 90/9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10 ആണ് നമ്മുടെ അപ് സ്ട്രീം സ്പീഡ്. അപ്പൊ അപ് സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ബോട്ടിന്റെ സ്പീഡ് കിട്ടും. ഇത് B+S ഇത് B-S ആണ്. അപ്പൊ ഇവിടെ സ്ട്രീമിന്റെ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, പേന എടുക്കാതെ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ബേസിക് ക്ലാസ്സുകളുണ്ട്, അത് കാണും. ഒന്ന് ജസ്റ്റ് ബോട്ട് ആൻഡ് സ്ട്രീം ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ക്ലാസ് ദിശ അക്കാഡമിയിൽ സെർച്ച് ചെയ്യുക. അപ്പൊ അതിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, ആ മാത്സ് ക്ലാസ്സുകളെല്ലാം കാണും. ഇതിലുള്ള എല്ലാ ക്ലാസ്സുകളും കാണാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബേസ് കിട്ടത്തുള്ളൂ. ആ ബേസ് കിട്ടിയാലേ നിങ്ങൾക്ക് ഇങ്ങനെ പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ A+B. ഇത് കാണുമ്പോൾ തന്നെ A+B+C 36, AB + AC + BC 428, A² + B² + C². അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. A+B+C ഹോൾ സ്ക്വയർ കഴിഞ്ഞാൽ 36² 9 വരും. 9 - DT = 2 × 10 4 14 5 5 2 10 1 DT = 8 ആയിരിക്കും. ഇതല്ല, ഇത് 8 ആണ്, 7 ആണ്, 9 ആണ്. ഓപ്ഷൻ ബി എന്ത് ചെയ്ത് മാർക്ക് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു ഞാൻ പേന എടുക്കാതെ. അപ്പോൾ ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? DT = എന്താണെന്ന് അറിയാം. പിന്നെ ഒരു ഫോർമുല പഠിക്കാനുണ്ട്. A+B+C the whole square equal to A² + B² + C² - 2 + 2AB + BC + CA. പിന്നെ അതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. A+B+C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. 36 സ്ക്വയർ ചെയ്യുമ്പോൾ DT = 9 ആവും അല്ലെ? 9 സ്ക്വയർ ചെയ്യുമ്പോൾ DT = 9 ആണ്.
മൈനസ് ഇപ്പുറത്ത് വരും 2 ഇൻറ്റു, അതാണ് കണ്ടുപിടിക്കേണ്ടത്. A² + B² + C² 2 ഇൻറ്റു AB + BC + C യുടെ ഡിജിറ്റ് സം 14, 5 5 2 10, 1, അതായത് 9 - 1 8 ആയിരിക്കും നമ്മുടെ ഈ ഒരു സാധനത്തിന്റെ ഡിജിറ്റ് സം. നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ചെയ്തു. ഇതല്ലാതെ ചെയ്യുന്നവർക്ക് അത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. 36 സ്ക്വയർ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. 1296 ഒക്കെ കൊടുത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത് എവിടെയും കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയത്. ഒരിക്കലും ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ ഒന്നും ഇങ്ങനത്തെ ക്ലാസ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റും അന്നേരം എന്ത് പറ്റും? ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാവത്തില്ല. ഒരുപാട് പേര് ആ ഒരു ലെവലിൽ എത്തിയവര് കാണത്തില്ല. പക്ഷെ ഒരു ആവറേജ് ലെവലിൽ എത്തിയ ഒരു ടീം ഉണ്ടല്ലോ, അവർക്ക് മേളിലോട്ട് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ശ്രദ്ധിച്ചാലും ഒരു 130 വരെയൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ 100 130 എത്താൻ പറ്റും. അവിടെ നിന്ന് കയറാനാണ് പാട്. അവിടെ നിന്ന് കയറണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനത്തുള്ള പരിപാടികൾ അറിയണം. ഇങ്ങനത്തുള്ള പരിപാടി എവിടെ നിന്ന് അറിയുന്നത്? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതി വിജയിച്ച ആൾക്കാർ എന്ത് ചെയ്യണം പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഇവിടെ എന്താണ് ഭയങ്കര ലാക്കാണ്. അതായത് നമ്മുടെ കേരളത്തിൽ അത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സീരിയസ്നെസ് കൊടുത്ത് ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ നിങ്ങൾ അടുത്ത വട്ടം എന്ത് ചെയ്യാൻ നോക്കും? ഇത് ട്രൈ ചെയ്യാൻ നോക്കും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പ്രൂവ് ആവും. നിങ്ങൾ ഇമ്പ്രൂവ് ആവാതെ എവിടെ പോകാൻ? അത്രയ്ക്ക് നമ്മളുടെ ടെക്നോളജി ഒക്കെ ഇതായിട്ടുണ്ട്. പണ്ടൊന്നും നമുക്ക് ഈ ബുക്ക് വഴിയൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാം? ഇത് പഠിക്കാൻ പറ്റും. അത് വളരെ ഒരു നല്ല കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ 2 ദിവസം നമ്മൾ പെൻ എടുക്കുക ചെയ്തു. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോക്ക് എനിക്ക് കിട്ടിയതെങ്കിൽ 10 മിനിറ്റിൽ ഞാൻ തീർത്താൻ. 25 ക്വസ്റ്റ്യൻ 10 മിനിറ്റിനകത്ത് തീർക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സമയം എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു DA ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ മാത്രം വായിക്കും. എക്സ്പെൻഡിച്ചർ എന്താണ്? 80%, 60% റെസ്പെക്റ്റീവ് ഇൻകം. ദെൻ ദ ഇൻകം ഓഫ് ടി ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ഇൻകം ഓഫ്. ഇപ്പൊ പിയും ടി മോർ ദാൻ കഴിഞ്ഞ് വരുന്ന സാധനം നമ്മൾ ലെഫ്റ്റ് എഴുതി. അപ്പോൾ എക്സ്പെൻഡിച്ചർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ 80% ആണ് പിയുടെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. 24 എന്ന് പറഞ്ഞാൽ 80%, എന്നാൽ 100%. 80% ഇൻകം ആണ്, 100%. 80 എന്ന് പറഞ്ഞാൽ നമുക്ക് 20 വെച്ചിട്ടുമ്പോൾ 4 അറിയാം, 5 വേണം. 4/5 ആണ്. 4ന്റെ വാല്യൂ 24, 5ന്റെ വാല്യൂ 4ന്റെ വാല്യൂ 24, 5ന്റെ വാല്യൂ. അപ്പൊ 4 24 6 6 5 30. അപ്പൊ പിയുടെ ഇൻകം എത്രയാണ്? 30 ആണ്. ഇനി ടിയുടെ എന്താണ്? 60% ടിയുടെ ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ. അപ്പൊ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 1 വെച്ചല്ലേ? അതെ, 1 25 26 27. അപ്പൊ 60 ആണ്, 100 വേണം. അതായത് 3 3/5 ആണ്. 3ന്റെ വാല്യൂ 27, 5ന്റെ വാല്യൂ വേണം. അപ്പൊ 9, 3ന്റെ വാല്യൂ 27, 1ന്റെ വാല്യൂ 9, 9 × 5 45. റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? 2:3 കിട്ടും. 2 പി എങ്കിൽ 3 ടി. എത്ര കൂടുതലാണല്ലോ ചോദിച്ചിരിക്കുന്നത്? വാട്ട് പെർസെന്റേജ് മോർ. 1 കൂടുതൽ, 2 1/2 50%. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തോളൂ? ഞാൻ ഇത്ര എഴുത്തോളൂ. ഈ താഴോട്ടുള്ള 2 സ്റ്റെപ്പിന്റെ ആവശ്യം. അതെന്ത് ചെയ്യാം? നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ്. ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതിയുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയുണ്ട്. അതാണ് നമ്മുടെ ഒലീവ് ബോർഡിന്റെ ടച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ക്ലാസ്സുകൾ, തിയറി ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെയിൽവേ ക്ലാസ്സുകൾ, അതുപോലെ റെയിൽവേ ബാച്ചൊക്കെ 2 ദിവസം എനിക്ക് ഓഫ് കിട്ടുന്ന ഒരു ഞായറാഴ്ച എന്തെങ്കിലും ഒരു എന്ത് ചെയ്യാം? 2 ക്ലാസ് വെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തരാം. ഒരു വീക്കിൽ 2 ക്ലാസ് തന്നെ തരാം. ഈ ഒരു ഒലീവ് ബോർഡിന്റെ ബ്ലോക്കും അതുപോലെ നമ്മുടെ അർജുന ബാച്ചും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യൂബ് റൂട്ട് 1311 ആണ്. 212 ക്യൂബ് റൂട്ട് 6 ആണ്. 6ന്റെ ക്യൂബാണ്. പ്ലസ് ഇതിന്റെ റൂട്ട് എടുക്കണം. 6 4 6 × 24 147. 147 റൂട്ടിൽ വരുമ്പോൾ 12. 25 റൂട്ടിൽ വരുമ്പോൾ 5. 66 12/5 എന്ന് പറയുമ്പോൾ 10/5 2. ബാക്കി 2/5 എന്ന് പറഞ്ഞാൽ 0.4. അപ്പം 68.4 ഓപ്ഷൻ സി. ഒന്നും വേണ്ട. 4 ക്വസ്റ്റ്യൻ ചെയ്തു. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ വാല്യൂ ആണ്. ഇപ്പൊ ടാൻ എ ബൈ ഇങ്ങനെ വരും. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. ഡിവൈഡ് ബൈ കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. ഓക്കെ, ഇവിടെ തന്നെ എഴുതാം. കൊസീക്ക് 1/sin ആണ്. ഇപ്പൊ സൈൻ മേലിൽ പോകുമ്പോൾ സൈൻ സ്ക്വയർ ആയി. സീക്ക് എന്ന് പറഞ്ഞാൽ 1 cos ആണ്. ഇപ്പൊ കോസും വെട്ടിപ്പോയി നമുക്ക് എന്ത് വന്നു? ബാക്കി സൈൻ സ്ക്വയർ വന്നു. ഓക്കെ, ഈസി ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് എമൗണ്ട് ദിസ്. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടി. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും? റൂട്ടിന് പുറത്ത് 4 പോയിന്റ് അകത്തുണ്ടെങ്കിൽ പുറത്ത് വരുമ്പോൾ എന്താവും? 0.13. അടുത്തത് 0.009 പ്ലസ് 0.03. 3യുടെ സ്ക്വയർ ആണ്. ഇപ്പൊ 4 റൂട്ടിന് പുറത്ത് 4 പോയിന്റ് വരുമ്പോൾ എന്താവും? 2 റൂട്ടാവും. ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് 0.0009 കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.0016. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ്. അപ്പൊ ലാർജസ്റ്റ് ഏതാണ് ഇവിടെ വരുന്നത്? 0.13 ആണ് ലാർജസ്റ്റ്. 0.1 0 കഴിഞ്ഞിട്ട് 0, ബാക്കിയെല്ലാം 0 ആണ്. അടുത്ത സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ഇതാണ് 0.03. ബാക്കി എല്ലായിടത്തും എന്താണ്? 0 ആണ്. ഇവിടെ 0.3 ഒന്നും ഓപ്ഷൻ സി ആണ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ്. 5 years ago ആവറേജ് ചെയ്ത ഫാമിലി വിച്ച് ഇൻക്ലൂഡ് ഫാദർ മദർ സൺ 35 ആണ്. 5 വർഷം മുമ്പ് 35 ആണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും? അവരുടെ ആവറേജ് ഏജ് 40 ആയിരിക്കും. ആവറേജ് ഏജ് 40 എന്ന് പറഞ്ഞാൽ അവരുടെ സം എത്രയാണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഇൻറ്റു സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. 40 ഇൻറ്റു എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. 120 ആണ് ഇപ്പോഴത്തെ സം. 3 years ago ആവറേജ് ചെയ്ത ഫാദർ മദർ. അപ്പൊ 3 years ago ഇത്രയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എത്രയാണ്? 49 ആണ്. ആവറേജ് ഏജ് ഓഫ് ഫാദർ ആൻഡ് മദർ 49 ആണ്. കാര്യം ആവറേജ് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ഒരേപോലെ കൂടുന്നതാണ്. ആവറേജ് 49 ആണ്. അപ്പം ഏജ് ഓഫ് ഫാദർ ആൻഡ് മദർ എത്ര കിട്ടും? 49 × 2.
സം ആവറേജ് ഇൻറ്റു നമ്പർ ഇത്രയാണ് 98 കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സം എന്ന് പറഞ്ഞാൽ ബാക്കിയായിരിക്കും ഇത്ര 22 ഓപ്ഷൻ. വേറെ ഒന്നും ചെയ്യണ്ട. അത് പേന എടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. 8 നമ്പർ ഡിവിസിബിൾ 72 ആണ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ 8ന്റെ 9ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ ഫോർ 3xy. ഇപ്പൊ നോക്കാം വൈയുടെ വാല്യൂ നോക്കാം. ഇവിടെ 0 കൊടുത്ത് നോക്കാം. 0 കൊടുക്കുമ്പോൾ 48 എന്നാണ് 8ന്റെ മൾട്ടിപ്പിൾ. ഒരു നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ y 0 വരാം. അടുത്ത വൈക്ക് എന്ത് വരാം? 1 പറ്റുമോ? ഇല്ല. 2 പറ്റും. 2 പറ്റും. 2 വരുമ്പോൾ എന്ത് വരും? 2 വരുമ്പോൾ ഇതെന്താവും? 3 2 6 6 6 പിന്നെ എക്സിന്റെ വാല്യൂ ആണ് എത്രയായി? 12 14 20 28 35 എക്സിന് 1 വരാം. ഓക്കെ, എക്സിന് 1 വരുമ്പോൾ 6 ഗുണം 1 6 6ഉം വരാം. അടുത്തത് 2 3 പറ്റത്തില്ല. 4 കൊടുക്കുമ്പോൾ പറ്റുമോ? 40. അതെ 4 പറ്റും. എക്സിന് 4 കൊടുക്കുമ്പോൾ എന്തായി? 3 ഗുണം 4 12. വൈക്ക് എക്സ് അല്ല 4 വൈക്ക് 4 അപ്പം 3 ഗുണം 4 12 വരും. അപ്പൊ ആൻസർ എന്തായിരിക്കും? എക്സിന് എന്ത് വാല്യൂ വന്നാലും എക്സിന് എന്തായാലും 0 വരത്തില്ല. 0 വന്ന ഓൾറെഡി 0 വന്നു. അപ്പോൾ എക്സിന് എന്ത് വന്നാലും 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 12ന്റെ മൾട്ടിപ്പിൾ ബാക്കിയുള്ള ഏതുണ്ട്? 96 മാത്രമേ ഉള്ളൂ. 42 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എന്തായിരിക്കും പോസിബിൾ അല്ലാത്ത വാല്യൂ? 42 ആയിരിക്കും. ഇത് നിങ്ങൾ ഇനി ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം ബേസിക് ക്ലാസ്സുകൾ കാണാം. ഞാൻ പറഞ്ഞ സ്ഥലത്ത് എന്നാൽ നിങ്ങൾക്ക് ഫുൾ ബേസിക് ക്ലാസ്സുകൾ, അത് പെയ്ഡ് ആയിക്കോട്ടെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ട് ബേസിക് പഠിക്കുക. ബാക്കി കാര്യങ്ങൾക്ക് ഞാനുണ്ട്. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം അതൊക്കെ എന്ത് ചെയ്യണം? കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ തരുന്നു. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് 8000 അറ്റ് സം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആനുവലി ഇത്രയാണ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാനിത് എന്ത് ചെയ്യും? ഓപ്ഷൻ ആക്കി 10 ആണെങ്കിൽ 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും? 10 + 10 + 10 × 10 വേണ്ടി 21% വരും. ഇതിന്റെ 21% എന്ന് പറയുമ്പോൾ 1600 സംതിങ്. നമ്മുടെ ആൻസർ 10നേക്കാൾ കൂടുതൽ. അപ്പൊ 15 വരുമ്പോൾ എന്ത് വരും? 15 + 15 32.2 30% കൂടുതൽ വരും ഇൻട്രസ്റ്റ്. പിന്നെ 30% 2400. അപ്പൊ 2400 കുറവാണ്. 10 കൂടുതലാണ്, 15 കുറവാണ്. ഓപ്ഷൻ എ കഴിഞ്ഞു. ഇതെന്താണ്? പെൻ ഫ്രീ ചെയ്തു. അപ്പൊ ഇതാണ് നിങ്ങളുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരിക്കും. ഈ 9 ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ട. 9 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, 5 മിനിറ്റ് പോലും വേണ്ട. 5 വേണ്ട. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇതല്ലാത്ത മെത്തേഡ് എന്താണ്? ഇത് നമ്മുടെ ഇനി എല്ലാവരും ഷോർട്ട് കട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഇതായിരിക്കും. 8000 രൂപയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. എന്തായത്? അതിൻ്റെ കൂടെ 2125 എടുത്തിട്ട് 10125 ആയി നമ്മുടെ എമൗണ്ട്. ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് റേഷ്യോ അങ്ങ് എടുക്കണം. റേഷ്യോ 125 രൂപ ഇടാം. 125 ഇട്ടാണോ? ഓക്കെ, 125 രൂപ ഇട്ടുമ്പോൾ എന്താവും? 125 ഗുണം 6 750 50നകത്ത് 500 4 67 റേഷ്യോ. ഇത് 125 കിട്ടുമ്പോൾ 81 കിട്ടും. ഇനി റൂട്ട് എടുക്കുമ്പോൾ ഒരു വർഷത്തെ ഇത് കിട്ടും. 8 9 എത്രയാണ് റേറ്റ്? 1/8 12.5. അപ്പൊ ഇത്ര എഴുതുന്ന ഒരാൾ നമ്മുടെ ഓപ്ഷൻ ചെക്ക്. ഇതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ചെക്ക്. അപ്പൊ ഈ കോമൺ സെൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ ചെക്കിന് എന്ത് വേണം? കാര്യങ്ങൾ നല്ല ബേസിൽ വെടിപ്പായിട്ട് എന്ത് ചെയ്യണം? അറിയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങളുടെ മാത്സ് എന്ന് പറഞ്ഞാൽ കട്ട ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എക്സാം ചെയ്യേണ്ടത്. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഇപ്പൊ ലാർജർ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 190 ആണ്. എന്നാൽ ടോട്ടൽ സർഫസ് ഏരിയ അപ്പൊ എന്ത് കിട്ടും? 2ന്റെ വാല്യൂ ആണ്, 3ന്റെ വാല്യൂ ആണ്. 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 98 98 ഗുണം 3 4 അവസാനിക്കുന്ന ഓപ്ഷൻ കഴിഞ്ഞു. എന്റെ സൊല്യൂഷൻ കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താ നമ്മുടെ റിലേഷൻ? ഹെമിസ്ഫിയറിന്റെയും ലാർജർ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ 2:3. അതായത് ലാർജർ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πr²ഉം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 3πr². അതായത് πr² കോമൺ ആയതുകൊണ്ട് 2ന്റെ വാല്യൂ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം? 3ന്റെ വാല്യൂ വേണം. 2ന്റെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 98 ഗുണം 3 8 3 24 4 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ചെയ്തു. എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ട. ഫൈൻഡ് ദ ഗെയിൻ. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ചെയ്യാൻ നോക്കണം, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ളവർക്ക് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചാനലിൽ കിടപ്പുണ്ട്. ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഗെയിൻ പെർസെന്റേജ് വെൻ ദ ഷോപ്കീപ്പർ യൂസസ് വെയ്റ്റ്സ് വിച്ച് ആർ 25% ലെസ് ദാൻ ദ മാർക്ക് വെയ്റ്റ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം, ദിശ അക്കാഡമി എന്ന് പറയുന്ന ചാനലിൽ മാത്സിന്റെ ക്ലാസ്സുകളെല്ലാം കിടപ്പുണ്ട്. ഞാൻ ഓരോ ലിങ്കായിട്ട് തരത്തില്ല. നമ്മുടെ ചാനലിൽ ഇനി അതിന്റെ ലിങ്കുകളൊന്നും എടുത്തില്ല. അതിലെ ക്ലാസ്സുകൾ കണ്ട് എന്ത് ചെയ്യാം? എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇത് കണ്ടിട്ട് നെഗറ്റീവായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുവാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക, പഠിച്ചാലേ ഇത് ചെയ്യാൻ പറ്റും. പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആ ഒരു ദിശ അക്കാഡമി ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എത്ര ക്ലാസ് വേണമെങ്കിലും അതിനകത്ത് ഫ്രീ ആയിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കും. അപ്പോൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓരോ സൊല്യൂഷനും മനസ്സിലാവുന്നു. എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് അവിടെ എക്സാമിന് പോയി പെർഫോം ചെയ്യാൻ പറ്റും. ഫൈൻഡ് ദ ഗെയിൻ പെർസെന്റേജ് വെൻ ദ ഷോപ്കീപ്പർ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബിൽഡ് ചെയ്ത് എന്ത് ചെയ്യണം? വരണം. ഗെയിൻ പെർസെന്റേജ് വെൻ ദ വെയിറ്റ് വിച്ച് ലെസ് ആർ 25% ലെസ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. 25% ലെസ് എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് 100 രൂപയുടെ സാധനം ചോദിച്ചാൽ അയാൾ എന്ത് കൊടുക്കത്തുള്ളൂ? 75 കൊടുക്കത്തുള്ളൂ. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് 75 രൂപയുടെ സാധനം പോയാൽ കിട്ടുന്നത് 100 രൂപയായിരിക്കും. ഓക്കെ, അടുത്ത പ്രോഫിറ്റ് എന്തുണ്ട്? 15%. 15% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ
3/20 ആണ്. 20 കയ്യിൽ നിന്ന് പോയത് 23 കിട്ടും. എനിക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ 25 കിട്ടുമ്പോൾ 3:4 എന്ന് എഴുതായിരുന്നു. ഓക്കെ, ഇതിന്റെ സക്സസീവ് ആയിരിക്കും ഇവരുടെ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സക്സസീവ് അല്ലെങ്കിൽ റേഷ്യോയിൽ എഴുതും. ഓക്കെ, ഇതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്നതാണ്. കോമൺ ആയിട്ടുള്ള വെട്ടി കളഞ്ഞു. 15 എത്രയായി നമുക്ക് 23. എത്രയാണ് ലാഭം കിട്ടുന്നത്? 8 ലാഭം. എത്രയില്ല 15. 8 ലാഭം 15. എന്നാൽ 100 എത്ര? 100% 5 വെച്ചിടുമ്പോൾ 3. ഇത് 5 വെച്ചിടുമ്പോൾ 20. 20 ഗുണം 8 160. ഓക്കെ, 20 ഗുണം 160/3%. ഓപ്ഷൻ ബി. റേഷ്യോ ഓഫ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട്. 6 is added to numerator, 10 is subtracted from the denominator, റേഷ്യോ ഇത്രയാണ്. ന്യൂമറേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ. ഇപ്പൊ നമ്മുടെ ചാനലിൽ റെയിൽവേ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറെ പേര് പറയുന്നു റെയിൽവേ എക്സ്പ്രസ് എന്ന് പറയുന്നത് എസ് എസ് സിക്ക് വേണ്ടിയുള്ള റെയിൽവേക്ക് മാത്രമാണ്. അത് റെയിൽവേക്കുള്ളതാണ്. റെയിൽവേക്കുള്ള മാത്സ് എന്ന് പറഞ്ഞാൽ SSCയുടെ എന്താണ്, SSCയുടെ തന്നെ പാർട്ടാണ്. അപ്പൊ അതിൽ ഞാനൊരു ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് SSCയുടെ അല്ല എന്ന് പറഞ്ഞ് കാണാതിരിക്കുന്നവർക്ക് എന്ത് കിട്ടത്തില്ല? ആ ഒരു മെത്തേഡ് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, ഇവിടെ ഡയറക്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്ത് നോക്കി ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 3 × 4 12, 5 3 15, ഡിഫറൻസ് 3 ആണ്. 3 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടും. 6 3 18, 18 + 40. ഓക്കെ, 6 4 24, 24 30 54. 3ന്റെ വാല്യൂ 57, 1ന്റെ വാല്യൂ 18. ഫൈൻഡ് ദ ന്യൂമറേറ്റർ 3ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യും? 54 ആൻസർ മാർക്ക്. അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തത്? ഇങ്ങനെ ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് ഇത് എന്ത് ചെയ്തു? പേന എടുക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് ഒക്കെ പേന എടുക്കുക ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? സ്ട്രോങ് ആയിട്ടുള്ള ബേസ് വേണം. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ചാനലിൽ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം മാത്സിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് 100% നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻസ് ഒക്കെ പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സമയം കുറച്ച് ചെയ്യുക, ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതി തരിക, അതൊക്കെ നിങ്ങളുടെ ഇതാണ്. അത് ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ കാണും. ഇത്രയും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 3:5 ആയിരുന്നു ഇനിഷ്യൽ റേഷ്യോ. ഫൈനൽ റേഷ്യോ എന്തായി? 3:4 ആയി. ആദ്യം എന്താ ചെയ്തത്? 6 ആഡ് ചെയ്തപ്പോൾ നമ്മൾ മൈനസ് കൊടുക്കണം. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മുടെ റെയിൽവേ മാത്സ് എക്സ്പ്രസിന്റെ റേഷ്യോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കുക. അത് റെയിൽവേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. റെയിൽവേ എഴുതിയിട്ടുള്ളത് റെയിൽവേക്ക് വന്നിട്ടുള്ള കുറെ ക്വസ്റ്റൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞ് അതിലെ മെത്തേഡ്സ് SSCക്ക് വേണ്ട എന്നല്ല. 10 സബ്ട്രാക്ട് നമുക്ക് +10 ക്രോസ് ചെയ്യും. 12 15 ഡിഫറൻസ് എടുക്കാം 3 യൂണിറ്റ്. അതിന്റെ വാല്യൂ ആയിരിക്കും ഇവിടുത്തുള്ള എത്രയാണ്? 30 മൈനസ് 24, അതായത് 54. 3ന്റെ വാല്യൂ ആണ് 57. നമുക്ക് എന്തിന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് നമ്പർ. എവിടുത്തെ 3 കിട്ടുന്നത്? ഫസ്റ്റ് ഇനിഷ്യൽ റേഷ്യോ. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3ന്റെ വാല്യൂ തന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര കിട്ടും? നമുക്ക് 54 തന്നെ കിട്ടി. ഓപ്ഷൻ. ഇതെന്താണ് പേന എടുക്കാതെ ചെയ്യുന്ന ക്വസ്റ്റൻ. 2 കോപ്പർ സ്പിയർ, ഡയമീറ്റർ, മെൽറ്റഡ്, സ്മോൾ സ്പിയേഴ്സ് ഓർ റേഡിയസ്. ഹൗ മെനി സച്ച് ബാൾസ് ക്യാൻ ബി മെയ്ഡ്? മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? വോളി ഈക്വൽ ആയിരിക്കും. ഇപ്പൊ 4/3 πr³ ആണ്. എത്ര? 2 × 4/3 π ഇവിടെ ഉണ്ട്, 4/3 π ഇവിടെ ഉണ്ട്. അത് എഴുതുന്നില്ല. 8 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. റേഡിയസ് 4 ആണ്. 4ന്റെ ക്യൂബ് 64 ഈക്വൽ ടു n × അതിന്റെ 4/3 π r³. r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്മുടെ n എന്ന് പറഞ്ഞാൽ 64 2 128. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുകൊണ്ട് ലൈവ് നോക്കി എഴുതുക. PQRൽ PO എന്ന് പറയുന്നതാണ് ഇന്റേണൽ ബൈസെക്ടർ ആണ്. ആരുടെ PQRൽ PO ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ്. പിയുടെ മീറ്റിംഗ് സൈഡ് QR OR വന്നിട്ടുണ്ട് 16.8. QR മൊത്തത്തിൽ വന്നിട്ടുള്ളത് 24 ആണ്. അപ്പൊ ബാക്കി എത്ര വരും? 0.2 കൂടെ 17, 7.2. അപ്പോൾ 72 128 റേഷ്യോ എടുക്കുക. 24 വെച്ചിട്ടുമ്പോൾ 3, 24 × 7. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താൽ മാത്രമേ 24 × 7 ആണ് 128 എന്നൊക്കെ മനസ്സിൽ വരത്തുള്ളൂ. 3:7 ആണ്. അപ്പോൾ വാട്ട് ഇസ് റേഷ്യോ ഓഫ് സൈഡ് PQQR? അതെന്ത് തന്നെ ആയിരിക്കും? 3:7 തന്നെ ആയിരിക്കും. ഓപ്ഷൻ എ ആൻസർ കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആംഗിൾ ബൈസെക്ടർ തീരമാണ്. അതായത് ഒരു വെർട്ടെക്സിലുള്ള ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോയിലായിരിക്കും ആ ആംഗിൾ ബൈസെക്ടർ ഉണ്ടാക്കുന്ന സൈഡുകളുടെ റേഷ്യോ. അതായത് ഇവിടെ PQ/PR എന്ന് പറയുന്നത് എന്തായിരിക്കും? QO/, അല്ലെങ്കിൽ OQ/OR ആയിരിക്കും. ഇതാണ് ആംഗിൾ ബൈസെക്ടർ തിയറം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ മാത്രമേ വായിക്കുന്നു. വാട്ട് ഈസ് ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ഹു വർക്ക് ഇൻ ഫിനാൻസ്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ് ടുഗദർ? ഫിനാൻസ്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ് 15, 20, 35, 25. 60% ടോട്ടൽ ഫിനാൻസ്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്ങിലുള്ളത്. അതിന്റെ ആവറേജ് ആണ്. അപ്പൊ എത്ര ശതമാനം വരും? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. 60/3 20%. അപ്പൊ ടോട്ടലിന്റെ ഇതിന്റെ 20% ആയിരിക്കും നമുക്ക് വേണ്ടത്. ആവറേജ് എന്ന് പറഞ്ഞാൽ 20%. 60% ടോട്ടലാണ്. ഇതിന്റെ 20% 42, 2 96, 1 0 960. എന്ത് വേണ്ട? ഇതിനൊന്നും പേന വേണ്ട. അപ്പൊ ഞാൻ കണ്ടോ ഈ ഒരു സാധനം വായിച്ചിട്ടേ ഇല്ല. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുന്നതൊക്കെ എന്താണ്? നിങ്ങളുടെ ഇതുവരെയുള്ള മാത്സിന്റെ ഒരു പവറാണ്. ഇത്രത്തോളം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നു. ഇതെന്താണ് പെൻഫ്രീ? എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പെൻഫ്രീ ചെയ്യുന്നു നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
ഇത്രയും ഒരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്, 2700 മീറ്റർ ആണ് സർക്കംഫറൻസ്, അതായത് ഡിസ്റ്റൻസ്. സെയിം റോഷനും സെയിം പോയിന്റിൽ നിന്ന് തുടങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ് അവർ ഫസ്റ്റ് ടൈം കാണും. ഇത്രയും ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്, രണ്ടൊരു ഓപ്പോസിറ്റ് രണ്ട് റിലേറ്റീവ് സ്പീഡ് 2700. ഇത് എനിക്ക് പേന വേണ്ട, ഒരു ഓപ്ഷൻ എന്തായിരിക്കും? 27 പോയി, ഓക്കെ 18, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി. എന്തില്ല പേനയില്ല, ഈ ക്വസ്റ്റിന് പേന വേണ്ട, ക്വസ്റ്റിന് പേന വേണ്ട. അതെങ്ങനെ പേനയില്ല ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 2700 മീറ്റർ. സ്പീഡ് എന്ന് പറഞ്ഞാൽ 12, 15 റിലേറ്റീവ് സ്പീഡ്, രണ്ടൊരു ഓപ്പോസിറ്റ് വന്നു. അതും ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ് ആ ചാനൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 27 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ 5/18 ചെറുതിലോട്ടാണ് പോകുന്നത്. 27 പോയി. ഇത്രയും എന്താണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് മിനിറ്റ് ആക്കാൻ വേണ്ടി 1/60. അപ്പൊ എന്ത് ചെയ്തു? ഓക്കെ ഓക്കെ സ്പാനിനകത്ത് 9 ഉണ്ട്. യെസ്, 5, ഇത് 20, ഇത് 3. ഓക്കെ, 18/3 6 മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡ് ആയിരുന്നു, സെക്കൻഡിനെ മണിക്കൂറാക്കാൻ വേണ്ടി 1/60 കൊണ്ട് ചെയ്തു. 6 മിനിറ്റ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, കോസ്റ്റ് പ്രൈസ് ഓഫ് ഇത്രയാണ് 63% സെല്ലിംഗ് പ്രൈസ്. വാട്ട് ഈസ് എ പ്രോഫിറ്റ് പെർസെന്റ്? അപ്പൊ സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ 63 കോസ്റ്റ് പ്രൈസ്. എത്ര ലാഭം? 37 ലാഭം. എത്രയില്? 63. അപ്പൊ ഞാൻ ഈ കാൽക്കുലേഷൻ നോക്കുന്ന ഓപ്ഷൻ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ നോക്ക്, 31 ആയിരുന്നെങ്കിൽ എന്ത് വന്നേ? 50%. അപ്പൊ 37നെ നമുക്ക് എന്ത് പറയാം? 31 അധികം 31 പിന്നെ എത്രടാ? 5 31 ആയിരുന്നെങ്കിൽ നമുക്ക് 50% ആയിരുന്നു. അപ്പൊ 50%ന്റെ കൂടെ 5 എന്ന് പറഞ്ഞാൽ 63 എത്ര പെർസെന്റേജ്? ഇപ്പം പെർസെന്റേജ് അറിയാത്തവർ എന്ത് ചെയ്യണം? നമ്മുടെ ഏകലവ്യ ബാച്ച് ഉണ്ട്, ഏകലവ്യ ബാച്ചിൽ ക്ലാസ്സുകൾ എടുത്ത് കാണുക, പെർസെന്റേജിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാവും. അത് മനസ്സിലായാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 5 63 എത്ര ശതമാനം നോക്കണം? അപ്പൊ 63 10% 6.3, അതിന്റെ അടുത്തല്ലേ വരുന്നത്. ഇത് ഏകദേശം 8 ആ ഒരു റേഞ്ച് വരും. ഞാൻ ഇത്രേ ചെയ്തോളൂ ഓപ്ഷന്. ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? 1% 0.63 ഇൻറ്റു 5% എന്ന് കൊടുത്താൽ 300 ഒക്കെ ആവത്തുള്ളൂ. 8 കൊടുത്തു നോക്കാം. 8 കൊടുക്കുമ്പോൾ എന്ത് വരും? 480 24 504, അതായത് 5.04 ആ ഒരു റേഞ്ച് വരും. അതായത് 8 പോയിന്റ് സംതിങ് ആണ് ഇവിടെ വരുന്നത്. 58.7 മാർക്ക്. കാൽക്കുലേഷൻ എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സെന്റർ സർക്കിൾ വിത്ത് സെന്റർ O ആണ്. അങ്ങനെ അവിടെ എന്താ സംഭവിക്കുന്നത്? സർക്കിൾ വിത്ത് സെന്റർ. എളുപ്പ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. 2 കോഴ്സ് XY എളുപ്പ ക്വസ്റ്റ്യൻ എളുപ്പം തന്നെ ചെയ്യണം. എവിടെയെങ്കിലും റീസണിങ് ചിലപ്പോൾ ടൈം എടുക്കുന്ന ഇതായിരിക്കും. ഓക്കെ, XYയും 2 കോഴ്സ് XYയും PQവും എക്സിന് സെച്ച് മീറ്റർ പോയിന്റ് XYയുടെ വാല്യൂ വന്നിട്ടുണ്ട് 16, YZ വന്നിട്ടുണ്ട് 12, PQ വന്നിട്ടുണ്ട് 5. നമുക്ക് എന്ത് വേണം? ഇതിന്റെ വാല്യൂ വേണം. നമുക്ക് X എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട്, പുറത്ത് കിടക്കുന്ന X ഇൻറ്റു ടോട്ടൽ X+5 ഈക്വൽ ടു പുറത്ത് കിടക്കുന്ന 12 ഇൻറ്റു ടോട്ടൽ 28. അപ്പൊ നമ്മുടെ ഇവിടെ കളി ഒന്ന് നോക്കേ, നമ്മൾ കളി നോക്കാം. ഓപ്ഷൻ വെച്ചുള്ള കളി നോക്കി. വേറെ ഒന്നും ചെയ്യണ്ട, X² ഒന്നും ചെയ്യണ്ട. ഇവിടെ എന്തുണ്ട്? 3 12 × 28 യൂണിറ്റ് 6 ആണ്. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഫസ്റ്റ് 16 കൊടുത്തു. 16 എടുക്കുമ്പോൾ 16 × 21 3ന്റെ മൾട്ടിപ്പിൾ വന്നു. യൂണിറ്റ് എന്ത് വന്നു? ഇവിടെ 16 6 × 1 യൂണിറ്റ് 6 വന്നു. നമുക്ക് ഹോൾഡ് ചെയ്യാം, അങ്ങനെയുള്ള പൈനാണ് ഇവിടെ. അടുത്ത 15 കൊടുക്കുമ്പോൾ 15 × 20 യൂണിറ്റ് 0 ആണ്. ഇതല്ല. 14 കൊടുക്കുമ്പോൾ 14 × 19 14 × 19 14 × 19 എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ചിത്രമാണ്. 9 × 36 6 തന്നെയാണ്. പക്ഷെ 14 × 19 എന്തില്ല? 3 ഇല്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇതുപോലെ 12 കൊടുക്കുമ്പോൾ 12 × 17 7 × 14 4 യൂണിറ്റ്. ഇതുപോലെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാത്തവർ എന്ത് ചെയ്തു? X² + 5x ഈക്വൽ ടു 12 × 28 ചെയ്ത് അവിടെ ഇരിക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ഒരു ഇക്വേഷനിലോട്ട് എത്തിക്കുക, ഫിഗർ വരയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോ. എന്നിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ ഓപ്ഷൻ വിളിച്ചു. ഈ ഒരു മെത്തേഡ് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളെ കമന്റ് പറയണം. ഇങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്ത ആൾക്കാരാണ്, ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരുമാണ്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരിക്കലും പറ്റത്തില്ല. കാര്യം പെയ്ഡ് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കാൻ നിന്നാൽ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞിരുന്ന, നിങ്ങൾക്കൊരു കൂട്ടുകാരൻ പറഞ്ഞിരുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മാത്രമേ കൂട്ടുകാരൻ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നിങ്ങളെ മുന്നിൽ നിന്ന് പറഞ്ഞവരാണ്. അതും ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ചാനലിലെ സൊല്യൂഷൻ. ഇത് എന്റെ സൊല്യൂഷനാണ്. ഇവിടെ ക്ലാസ് എങ്ങനെ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം ഇടാം. അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യുന്നവർക്ക് വളരെ വലിയ യൂസ് ആയിരിക്കും. ബൈ വാട്ട് പെർസെന്റേജ് ദ പെർസെന്റേജ് ഓഫ് നമ്പർ ഓഫ് വവൽസ് ഇൻ ദ വേർഡ് ഇത്രയും ലെസ് ദാൻ ദ പെർസെന്റേജ് ഓഫ് കൺസണൻസ് ഇൻ ഇറ്റ്. അപ്പോൾ കൺസണൻസിന്റെ വവൽസിന്റെ നമ്പർ വേണം. ടോട്ടൽ നമ്പർ നോക്കാം. 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സ് ഉണ്ട്. അതിന്റെ വവൽസ് എത്ര ഉണ്ട്? AIOU ആണ് വവൽസ്. 1 2 3 4 5. അപ്പൊ 5 വവലും 5 കൺസണന്റും ആണ്. കൂടുതലുമില്ല കുറവുമില്ല. അപ്പൊ ഡിഫറൻസ് 0 ആണ്. അപ്പൊ 0% ആണ്. കാര്യം 2 ഈക്വൽ ആണ്. 2 ഈക്വൽ ആണെങ്കിൽ അവിടെ ഒന്നിനേക്കാളും കൂടുതലല്ല. അപ്പൊ എത്ര പെർസെന്റേജ് ആണ്? 0%. അവിടെ ഒന്നുമില്ല. LCM HCF വന്നിട്ടുണ്ട്, സം ഓഫ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, സം ഓഫ് റെസിപ്രോക്കൽ ചെയ്തെങ്കിലേ പറ്റും. അപ്പോൾ നമുക്കറിയാം സം ഓഫ് നമ്പർ, രണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ
HA HB ആണ്. എവിടെ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ഏകലവ്യ ബാച്ചിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഏകലവ്യ ബാച്ചിൽ LCM HCF ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് നമ്പേഴ്സ് HCF×A HCF×B ആണ്. അപ്പോൾ രണ്ടുകൂടെ കൂട്ടുമ്പോൾ HCF കോമൺ എടുത്തിട്ട് ആ കോപ്പറേറ്റ് നമ്പേഴ്സിന്റെ സം A+B എന്ന് പറഞ്ഞാൽ 20 × A+B എന്ന് പറഞ്ഞാൽ 100 ആണ്. A+B 5 ആണ്. ഇനി LCM എന്ന് പറഞ്ഞാൽ എന്താണ്? HCF×AB ആണ്. AB എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റ് നമ്പർ. AB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 120/20 6 കിട്ടും. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാവാത്ത ഇവിടെ പോകണം, ഏകലവ്യ ബാച്ചിന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതിലെ ക്ലാസ്സിൽ ചെയ്യണം. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിലും എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെയ്യുന്ന സമയം മൊത്തം ഞാൻ എന്ത് ചെയ്യും, ബാക്കി ബേസിക് ക്ലാസ്സിലൂടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾ അവിടെ പോയി കണ്ടാൽ അതിന്റെ മെത്തേഡ് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ചാനലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് വൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ക്ലാസ് എടുത്ത് ഇട്ട് തരാം, ക്ലാസ് കണ്ടാൽ മതി. പക്ഷെ അതിന് ഒരുപാട് സമയം എടുക്കും. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 3 2 കൊടുത്താൽ എന്തായി, ഇത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്പേഴ്സ് സം ഓഫ് റെസിപ്രോക്കൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20A 16, അതേപോലെ 20 × 2 40 ആണ്. 1/60 + 1/40 ആണ് വേണ്ടത്. LCM 120 ആണ്. 2 3 5/120 1/20. ഓക്കെ, LCM ചെയ്യുന്നത് എല്ലാം പറഞ്ഞു. X അലോൺ 60 ദിവസം, Y അലോൺ 80 ദിവസം ഇതിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വർക്ക് 240 എടുത്താൽ മറ്റവന്റെ ഒന്നാമത്തെ 4, രണ്ടാമത്തെ 3. X Y സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ. Y leaves 18 days before the completion. How many days total work completed? അപ്പൊ ഇത് ഞാൻ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വർക്ക് 240 നമ്മൾ എടുത്തത്. 240 കൂടെ ആരാ പോയത്? Y ആണ് പോയത്. 18 ദിവസം മുമ്പേ പോയത്. ബിഫോർ പോകുന്ന ആളുടെയും കൂടെ വർക്ക് എന്ത് ചെയ്യണം, നമ്മളിവിടെ കൂട്ടണം, ടോട്ടലിലൂടെ കൂട്ടണം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 240 അധികം 18 3 54 ഡിവൈഡഡ് ബൈ ടോട്ടൽ അവരുടെ എഫിഷ്യൻസി 7. 294/7 എന്ന് പറഞ്ഞാൽ 42. 4 വരും, ബാക്കി 14/7. ഒന്നും ചെയ്യണം, 42. ഇതവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ ഏകലവ്യ ബാച്ചിലെ ക്ലാസ്സുകൾ കാണാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ചാനൽ, ദിശ അക്കാഡമി ചാനലിലെ ടൈം വർക്ക് GDയുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുള്ള 3 ക്ലാസ് ഉണ്ട്. അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നേ, ഈ 18 ദിവസം A ആണ് വർക്ക് ചെയ്യുന്നത്. 18 4 72 വർക്ക് A ആണ് ചെയ്യുന്നത്. ഇപ്പം 240 നിന്ന് 72 കുറച്ചിട്ട് 168. അത് ഇവർ രണ്ടും കൂടെ ചെയ്തത്. അപ്പൊ അത്രയും ഡേയ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് കൂട്ടി ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു മെത്തേഡ് ഉള്ളപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലൈവ് മൂക്ക് സൊല്യൂഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമിത്തിന് 18% ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്രയും കൊടുക്കണമായിരുന്നു. ഹൗ മച്ച് അവൻ പേ ചെയ്തു? ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 18% ആ ഡിസ്കൗണ്ട് വിലയാണ് 126. 18% വിലയാണ് 126. 1% എന്ന് വെച്ചാൽ 7 ആണ്. 18 × 7 ആണ് 126. അപ്പൊ എത്ര കൊടുത്തവൻ? 82. അപ്പൊ 7 × 82 എന്ന് പറയുമ്പോൾ എത്രയാണ്? 560 ബാക്കി 14, 574. ഓപ്ഷൻ A കൊടുത്തു. അല്ലെങ്കിൽ ടോട്ടൽ 700 രൂപയാണ്. 700 നിന്ന് 126 കുറച്ചു. 18% ഡിസ്കൗണ്ട്. ആ 18% എന്ന് പറഞ്ഞാൽ എന്തിനാ? മാർക്കറ്റ് പ്രൈസിന്റെ പറഞ്ഞ പൈസ ഉണ്ട്. 18% 126. നമുക്ക് 100% വേണം, വേണ്ട. 18% ഡിസ്കൗണ്ട് കുറച്ചിട്ട് 82 കൊടുക്കും. 100% കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 700 കിട്ടും. അതിന്റെ മാർക്കറ്റ് പ്രൈസ് കിട്ടും. 18 × 7 ആണ്. 82 × 7 എന്ന് പറയുമ്പോൾ 560. ഓപ്ഷൻ ഇതിന്റെ വാല്യൂ വേണം. അപ്പൊ sin 65 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 25. അപ്പൊ cos 25 × 625. കാര്യം A+B 90 ആയി കഴിഞ്ഞാൽ സൈനും കോസും എന്നാണ് ഈക്വൽ. അതെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതിൽ കിടക്കുന്ന ക്ലാസ്സിലെല്ലാം എന്ത് ചെയ്യുക, ഓർഡറിൽ അങ്ങ് കാണാം, പ്ലേസ് എടുത്തും കാണാം. അത് ഏകലവ്യ ബാച്ച് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ അർജുന ബാച്ചും അതിന്റെ കൂടെ തന്നെ കാണാം. ഓക്കെ, അപ്പൊ കോസും സീക്കും എന്നാണ് അർജുന ബാച്ചിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. കോസും സീ കൂടെ മൾട്ടിപ്ലൈ 1 കിട്ടും. 6 + tan 85 എന്ന് പറഞ്ഞാൽ എന്താണ്? cot 5 ആണ്. A+B 90 ആണെങ്കിൽ tan θ എന്ന് പറഞ്ഞാൽ cot θ ആണ്. കോട്ടാണ്. cot 5 × tan 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 6 + 7 നമുക്ക് എന്ത് കിട്ടും? ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PQRൽ 6 റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, 6 റൈറ്റ് ആംഗിൾ ആയിക്കോട്ടെ. 6 റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, 6 PQRൽ 6 റൈറ്റ് ആംഗിൾ. S is point on side QR such that PSRഉം PSRഉം QPQRഉം 3:2. ഇത് 3 ആണ്. ഇത് 2 ആണ്. QPR തന്നിട്ടുണ്ട്. QPR 35 തന്നിട്ടുണ്ട്. ഇത് 90 അല്ലേ? 90 ഇത് 35. അപ്പൊ ബാക്കി രണ്ടും ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ സം 90 ആയിരിക്കും, 180 ആയിരിക്കും. 90 ഓൾറെഡി ഇവിടെ ഉണ്ട്. ബാക്കി ടോട്ടൽ 90 ആണ്. 5 കൂട്ടുമ്പോൾ എത്ര വരും? ഇത് 5 കൂട്ടുമ്പോൾ 40, ബാക്കി 55. ഇപ്പൊ 2ന്റെ വിലയാണ് 55. 27 കൊണ്ട് ഗുണിച്ചേക്കും. 3ന്റെ വില വരുമ്പോൾ 3 × 27. 27 3 81. പിന്നെ 1 82. ഓപ്ഷൻ A എന്ത് ചെയ്തു? 82 പോയിന്റ് ആൻസർ കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ കമ്പൗണ്ടഡ് ഡിവിഡൻഡ് കൊടുക്കാം. കമ്പൗണ്ടഡ് ഡിവിഡൻഡ് പറഞ്ഞാൽ ന്യൂമറേറ്റർ കൂട്ടുക. ഓക്കെ, ന്യൂമറേറ്ററും അത് ന്യൂമറേറ്റർ എഴുതാം, അതിന്റെ ഡിനോമിനേറ്റർ എഴുതാം. കമ്പൗണ്ടഡ് ഡിവിഡൻഡ് അത് നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷന്റെ ബേസിക് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഡയറക്റ്റ് എന്ത് ചെയ്യാം? 4 cot θ. 4 cot θയ്ക്ക് എന്ത് കൊടുക്കാം? cos by sin ഡിവൈഡഡ് ബൈ cosec θ. cosec θ എന്ന് പറഞ്ഞാൽ 1/sin ആണ്. അപ്പൊ ഈ സൈനും വെട്ടിപ്പോയി നമുക്ക് എന്ത് കിട്ടും? 4 cos θ എന്ന് ലെഫ്റ്റ് കിട്ടും. ഇവിടെ എന്ത് ചെയ്യണം? അതേ ഓപ്പറേഷൻ ചെയ്യണം. കമ്പൗണ്ടഡ് ഡിവിഡൻഡ്.
7 4 11, 11 ബൈ 7 മൈനസ് 4 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 11 ബൈ 12 കിട്ടും. അപ്പോൾ സീക്സ് റേസ് 4 തീറ്റ മൈനസ് ടാൻ റേസ് 4 തീറ്റ എന്ന് പറഞ്ഞാൽ സീക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. സീക്കാണ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ടാൻ സ്ക്വയർ തീറ്റ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ സ്ക്വയറിന് വരാം എ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ് 1 ആണ്. നമ്മൾ ആൻസർ പറഞ്ഞാൽ സി സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ സി സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോസിന്റെ വാല്യൂ കിട്ടി, അതിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 147 ബൈ 121 അധികം ടാൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ടാൻ തീറ്റ ഇതെന്ന് പറഞ്ഞാൽ ബേസും ഹൈപ്പോട്ടൻസും ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 112 സ്ക്വയർ 147 മൈനസ് 121 123 പെർപെൻഡിക്കുലർ സ്ക്വയർ. ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സ്ക്വയർ ബൈ ബേസിന്റെ സ്ക്വയർ. പെർപെൻഡിക്കുലർ സ്ക്വയർ എത്രയാണ്? 121 സ്ക്വയർ 23 ബൈ ബേസിന്റെ സ്ക്വയർ 121 167 ബൈ 121. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക? ഓക്കെ, നമ്മൾ ഒലിവോണ്ട് ലൈമോക്കിന്റെ കിട്ടില്ല സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടും. നിങ്ങൾ എവിടെ നോക്കിയാലും കിട്ടത്തില്ല. നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തരുന്നു. അങ്ങനെ വിചാരിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചെയ്ത് നോക്കിയാണെങ്കിൽ അതിന്റെ ഗുണം അവർക്കുണ്ടാവും. നിങ്ങൾ ചെയ്ത സൊല്യൂഷനും നമ്മുടെ സൊല്യൂഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കുക. പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. മാത്സ് സ്ട്രോങ് ആക്കുന്നത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെയൊക്കെ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് അവിടെ തരും. അപ്പോൾ പെൻ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കാൻ ഒരു അവസരമാണ്. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ വീഡിയോ നോക്കാം. ഇപ്പോഴെല്ലാം ഇത് വരുന്നത് എക്സാം സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി. എല്ലാവരും ക്ലാസ്സുകളെല്ലാം കാണാൻ നോക്കും. വ്യൂസ് കുറഞ്ഞു പോകലും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.